ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഈ വീട്ടമ്മമാർക്ക് വീട്ടിലിടാനായിട്ട് ഇനി നൈറ്റിയും വേണ്ട, കുർത്തിയും വേണ്ട, നൈറ്റ് ഡ്രസ്സും വേണ്ടത് ഈ ഒരു ഐറ്റം ഉണ്ടെങ്കിൽ ധാരാളം കേട്ടോ. എലാസ്റ്റിക് പഫ് സ്ലീവാണ്, പഫും എലാസ്റ്റിക് സ്ലീവുമാണ്. അതുപോലെ തന്നെ അടിയിൽ ഫ്രില്ല് വരുന്ന നമുക്ക് എന്നാൽ നൈറ്റിയോ അതുമല്ല, കംഫർട്ടബിളായിട്ട് ലേഡീസിന് വെയർ ചെയ്യാൻ പറ്റുന്ന ഡ്രസ്സാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന നൈറ്റി ബിറ്റ് തന്നെയാണ്. നല്ല നമുക്ക് ഇടാൻ ഇതുണ്ടാവുള്ളൂ. പ്ലെയിൻ കളർ നൈറ്റി ബിറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 3 മീറ്റർ എടുത്തിട്ടുണ്ട്. അത് 3 മീറ്റർ നമുക്ക് അത്രയും ആവശ്യമില്ല. നമുക്ക് ഫുൾ ലെങ്ത്തിലല്ല ചെയ്യുന്നത്, നൈറ്റി അല്ലല്ലോ അത്. അപ്പം നിങ്ങൾക്ക് ആംഗിൾ ലെങ്ത്ത് വേണമെങ്കിൽ ആംഗിൾ ലെങ്ത്ത്, അല്ലെങ്കിൽ അതിനെ കുറച്ച് മേലെയാണെങ്കിൽ ആ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. നടുവേ മടക്കിയ തുണിയെ നമ്മൾ ഇതുപോലെ മടക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അത് ഡബിൾ XL സൈസിലാണ് ഞാനത് കാണിക്കുന്നത്. ഷോൾഡർ 7 ഇഞ്ച്, ആം ഹോൾ 7 ഇഞ്ച്, ചെസ്റ്റ് 13, വേസ്റ്റ് 12. ഓക്കെ, ഈ ലെങ്ത്തിലാണ് കാണിക്കുന്നത്. ഞാൻ ലെങ്ത്ത് എടുക്കുന്നത് 40. നമ്മൾ അടിയിൽ ഫ്രില്ല് വരുന്നുണ്ട്. അപ്പോൾ മൊത്തം ലെങ്ത്ത് നമുക്ക് ഒരു 50 ഇഞ്ച് വരും. അപ്പോൾ 50 ഇഞ്ച് ലെങ്ത്തിൽ 5 ഇഞ്ച് ഫ്രില്ല് പോകുമ്പോൾ നമുക്കൊരു 45 ഇഞ്ച് ഞാൻ ഇതിലേക്ക് എടുക്കണ്ട കേട്ടോ. സോ 45 48 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് 53 ഇഞ്ചാണ് നമ്മൾ ടോട്ടൽ ലെങ്ത്ത് വരുന്നത്. അപ്പം 48 ഇഞ്ച് നമ്മൾ ഇതിൽ നിന്ന് എടുത്തിട്ടുണ്ട്. 5 ഇഞ്ച് നമ്മൾ ഫ്രില്ലിലും എടുക്കും. ഓക്കെ, അപ്പം 7 ഇഞ്ച് ഷോൾഡർ, 7 ഇഞ്ച് ആം ഹോൾ, ചെസ്റ്റ് 13 ഇഞ്ച്, വേസ്റ്റ് 12 ഇഞ്ച്, ആം ഹോൾ 1.5 ഇഞ്ച് കുഴിച്ചു വെട്ടണം കേട്ടോ. ലെങ്ത്ത് എത്രയാണോ നിങ്ങൾക്ക് എടുക്കാം. ആ ലെങ്ത്തിൽ നിന്ന് ഫ്രില്ലിന് ഒരു 5-6 ഇഞ്ച് മാറ്റി വെക്കണേ. ഫ്രില്ല് വേറെ കളർ തുണി തന്നെ ആയിരിക്കും വേണം, എന്നാലേ ആ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ഇതുപോലെ തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അളവുകൾ നിങ്ങൾക്ക് എങ്ങനെയാണോ സാധാരണ വേണ്ട ആ അളവുകൾ എടുക്കുക കേട്ടോ. ഞാനൊരു മോഡൽ മാത്രം അതിൽ കാണിക്കുന്നത്. മേളിൽ നിന്നും 14 ഇഞ്ച് ലെങ്ത്ത് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുക. അതിൽ നിന്നും അതിൻ്റെ വണ്ണം 12 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുക. പിന്നെ അതിന് ലൈനിങ് ഒന്നും ആവശ്യമില്ല. നമുക്കത് നൈറ്റി ബിറ്റ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല കട്ടിയുണ്ട് ഇതിന്. ശേഷം നമുക്കിനി ബാക്കിയുള്ളത് ഏലൻ ഷേപ്പിലാണ് പോകുന്നത് കേട്ടോ. ഇതുപോലെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. വീഡിയോ ഇഷ്ടമൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇതിൻ്റെ ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത പോർഷൻ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക കേട്ടോ. ഇത് വീഡിയോയിൽ തന്നെ ഞാൻ കാണിക്കുന്നുണ്ട് സ്റ്റിച്ച് ചെയ്തത് എത്രയാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇതുപോലെ നമുക്ക് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് എടുക്കാം. അടിപൊളിയാണ് സംഭവം, വെറൈറ്റി ആയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ആക്ച്വലി കസ്റ്റമർക്കുള്ളതാണ് കേട്ടോ. ഇതിൻ്റെ ആം ഹോൾ നമുക്ക് നോക്കാം. ആം ഹോൾ 12 ഇഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കസ്റ്റമർ റിക്വസ്റ്റഡ് ആയിട്ട് വന്നിരുന്നതുകൊണ്ട് ഞാൻ ചെയ്തെടുത്താണ്. അപ്പോൾ ഒരു പീസ് നമുക്കിതിൽ പഫ് സ്ലീവാണ് നമുക്ക് ചെയ്തെടുക്കാം. തുണി 4ആക്കി മടക്കിയ ശേഷം നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് ഞാനൊരു 7.5 ഇഞ്ച് കൊടുക്കേണ്ട. അടിയിൽ തേര് ഭാവം വരുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മടക്കിയാലും മടക്കിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ലെങ്ത്ത് കുറച്ചെടുക്കണം. പഫും ആണ്, അതുപോലെ തന്നെ എലാസ്റ്റിക് സ്ലീവും ആണ്. ഓക്കെ, ഇനി താഴെ 3 ഇഞ്ച് മാർക്ക് ചെയ്ത ശേഷം നമുക്ക് 13 ശരിക്കും 12 ശരിക്കും വേണ്ടത്. പക്ഷേ നമ്മളൊരു 15 ഇഞ്ച് കൊടുക്കേണ്ടത്. പഫിന് വേണ്ടി ഒരു 3 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചുരുക്കം വരാനായിട്ട്. അതുപോലെ തന്നെ താഴെ നമുക്ക് ശരിക്കും 9 ഇഞ്ചാണ് വേണ്ടത്. അതിന് പകരമായിട്ട് ഞാനൊരു 11 ഇഞ്ചോളം മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ താഴെ പഫ് സ്ലീവ് നമുക്ക് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ എത്രയാണോ കൊടുക്കുക അതിനെ വെച്ചെല്ലാം 3 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കുക. നമ്മൾ കൈക്കുഴിയുടെ വണ്ണം 12 കൊടുക്കുന്നുണ്ടെങ്കിൽ 15 എടുക്കുക. കൈൻ്റെ റൗണ്ട് 9 കൊടുക്കണമെങ്കിൽ 12 ഇഞ്ച് എടുക്കുക. അങ്ങനെ 3 ഇഞ്ച് എക്സ്ട്രാ മേളിലും താഴെയും കൊടുക്കുമ്പോൾ നമുക്ക് പഫ് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ മേളിൽ 3 ഇഞ്ച് ആണുള്ള പഫ് കൊടുക്കുന്നത്. അപ്പോൾ അത് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ മാർക്ക് ചെയ്യുക. പിന്നെ സാധാരണ പോലെ തന്നെ ഇങ്ങനെ ചരിച്ചങ്ങ് മാർക്ക് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുക കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഒരു അടിപൊളിയായിട്ടുള്ള ഡ്രസ്സാണ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ച് ചെയ്ത പാർട്ട് ഞാൻ അതിൽ തന്നെ കാണിക്കുന്നുണ്ട്. ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ കസ്റ്റമേഴ്സിനും കൊടുത്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. വെറൈറ്റിയാണ്, എല്ലാവർക്കും ഇഷ്ടം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതേ കണ്ടല്ലോ ഫ്രണ്ട്സ്, നോക്കിക്കതേ നമുക്കത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതങ്ങ് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കണം. നെക്ക് കട്ട് ചെയ്യാനായിട്ട് ആദ്യം ബാക്ക് നെക്കാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഒരു പീസ് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാം. ബാക്ക് നെക്ക് കട്ട് ചെയ്യാനായിട്ട് 2.5 ഇഞ്ച് കഴുത്തിൻ്റെ അകലം, 5 ഇഞ്ച് കഴുത്തിൻ്റെ ഇറക്കം ഞാൻ വെച്ചിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. യു നെക്കാണ് ബാക്കിന് കൊടുക്കുന്നത്. ഫ്രണ്ട് നെക്കിന് സ്ക്വയർ നെക്കാണ് കൊടുക്കുന്നത്. 2.5 ഇഞ്ച് കഴുത്തിൻ്റെ അകലം, 5.5 ഇഞ്ച് കഴുത്തിൻ്റെ ഇറക്കം കൊടുത്ത് വൈഡ് നെക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ നൈറ്റി അല്ലല്ലോ. നൈറ്റി ആണെങ്കിൽ നമ്മൾ ബാക്ക് നെക്കിന് ഡെപ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് ശരിക്കും പറഞ്ഞൊരു നമുക്കൊരു ഫ്രോക്ക് മോഡലായിട്ടുള്ള ഒരു ഡ്രസ്സാണ് ഇത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കിയാൽ ഇതേ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വൈഡ് നെക്കാണ് പറഞ്ഞിരിക്കുന്നത് കസ്റ്റമർ കേട്ടോ. ഈ നമുക്ക് ഫ്രണ്ട് പീസിന് വേണ്ടിയിട്ട് ബാക്ക് പീസ് മാറ്റി വെച്ച് ഫ്രണ്ട് പീസിന് വേണ്ടി എടുത്തിട്ടുണ്ട്. ഒരു തുണി എടുത്തിട്ടുണ്ട്. 12 ഇഞ്ച് നീളവും അതുപോലെ തന്നെ 11 ഇഞ്ച് വീതിയുള്ള തുണിയാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ കറക്റ്റ് കോൺട്രാസ്റ്റ് കളറിലുള്ള തുണി കിട്ടണം. ഇത് നൈറ്റി ബിറ്റ് തന്നെ കേട്ടോ രണ്ടും. അത് നമുക്കിത് ഇതിൻ്റെ മേലെ വെച്ച ശേഷം നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തതുപോലെ 2.5 ഇഞ്ച് കഴുത്തിൻ്റെ അകലെ, 6 ഇഞ്ച് കഴുത്തിൻ്റെ ഇറക്കം സ്ക്വയർ നെക്കിലാണ് മാർക്ക് ചെയ്യുന്നത്. സ്ക്വയർ തന്നെ ചെയ്യുമ്പോഴേ അതിന് ഭംഗിയുള്ളൂ, അല്ലെങ്കിൽ അതിന് ഭംഗി കിട്ടില്ല. സ്ക്വയർ നെക്കിൽ ചെയ്യുക. യു നെക്കാണെങ്കിലും കുഴപ്പമില്ല. യു നെക്കിൻ്റെ ബോർഡർ കൊടുക്കാം. അപ്പോൾ
ഞാൻ കുറച്ചൊന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ഇത്രയും ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ 6 ഇഞ്ച് എന്ന് പറയുമ്പോൾ ഒരു 3 ഇഞ്ച് എക്സ്ട്രാ എടുക്കണം. കഴുത്തിൻ്റെ ഇറക്കം 6 ഇഞ്ചില്ല, അപ്പം 3 ഇഞ്ച് താഴത്തേക്കും മതി. അതുകൊണ്ട് ഒന്ന് കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിതിൽ 2.5 ഇഞ്ച് കഴുത്തിൻ്റെ അകലും 6 ഇഞ്ച് കഴുത്തിൻ്റെ ഇറക്കം കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കിയുള്ളത് ബോർഡറായിട്ട് തന്നെ എടുക്കുക. സ്ക്വയറിലാണ് ചെയ്യേണ്ടത്. അവിടെ വീണ്ടും നമ്മൾ 2.5 അല്ല, അവിടെ 2.25 മാർക്ക് ചെയ്യണം. മേളിൽ 2.5 ആണെങ്കിൽ ഇവിടെ 2.25 മാർക്ക് ചെയ്യണം. ചെറിയൊരു ചരിവ് വേണം, അല്ലാതെ സ്ട്രെയിറ്റ് ആയിട്ട് പെട്ടി പോലെ ആവരുത്. ഇങ്ങനെ. അപ്പോൾ ഇത് കട്ട് ചെയ്ത് നമുക്കെടുക്കാം കേട്ടോ. മറ്റതിൻ്റെ ആ ബോർഡറിൻ്റെ സൈഡൊന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. സ്ക്വയർ നെക്ക് ആയതുകൊണ്ട് ബോർഡർ വരുന്നത് കണ്ടോ. കറക്റ്റ് നമുക്കൊരു 3 ഇഞ്ച് കറക്റ്റായിട്ട് നമുക്ക് ഇതിൽ വരുന്നുണ്ട്. 3.5 ഇഞ്ച്. ഇനി നമുക്ക് ഒന്നും കൂടി ഒന്ന് നമ്മൾ കൺഫേം ചെയ്യുന്നുണ്ട് കറക്റ്റ് തന്നെയാണോ. എക്സ്ട്രാ ടൈം കട്ട് ചെയ്ത് കളയാം, അല്ലെങ്കിൽ അത് ബോറായിട്ടുണ്ടാവും. അതുകൊണ്ടാണ്. അപ്പോൾ അതൊരു ഇത്തിരി എക്സ്ട്രാ ഉള്ളതുകൊണ്ട് അതുകൊണ്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സൈഡിൽ എത്രയാണ് ബോർഡർ കൊടുക്കുന്നത് അത് തന്നെ താഴത്തേക്കും വരണം. അപ്പോൾ ഇത് സംഭവം റെഡി ആയിട്ടുണ്ട്. ഇത്ര ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ നമ്മൾ അടുത്ത പോർഷനിലായിരിക്കും കാട്ടുക. ഇനി നമുക്ക് അടിയിൽ ഫ്രില്ല് വെക്കണം കേട്ടോ. ഫ്രില്ല് വെക്കാനായിട്ട് നമ്മളൊരു 6 ഇഞ്ച് അല്ലെങ്കിൽ 6.5 ഇഞ്ച് വീതി കുറേ നീളത്തിൽ തുണി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് കണ്ടതേ, ഇങ്ങനെ കുറേ നീളത്തിൽ തുണി എടുത്തിട്ടുണ്ട്. ഒരു 6.5 ഇഞ്ച് വീതി വേണം. കാരണം എന്താ പറയുക, നമ്മൾ 5 ഇഞ്ചാണ് ഫ്രില്ല് വരുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് 1.5 ഇഞ്ച് തയ്യൽ തുമ്പിന് എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ കുറേ തുണി എടുത്തിട്ട് ഇത് കണ്ടോ, അത് ഫ്രില്ലിനാണ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ അടുത്ത വീഡിയോയിൽ ഞാൻ വീഡിയോയിലുണ്ടാവും. അപ്പോൾ കാണാൻ മറക്കരുത്. താങ്ക് യു.